ഈ ഒരു ഐറ്റം ഉണ്ടെങ്കിലേ ചിക്കനും ബീഫും ഒക്കെ ചോറിൻ്റെ കൂടെ ഉണ്ടെങ്കിലും എൻ്റെ കണ്ണ് ആദ്യം ഉടക്കുന്നത് ഇതിനകത്തോട്ടായിരിക്കും കേട്ടോ. ഞാൻ ആദ്യം തീർക്കുന്നത് ഇത് തന്നെയായിരിക്കും. എന്ന് കരുതി എല്ലാവർക്കും അങ്ങനെ ആവണമെന്നില്ല. ഞാൻ എൻ്റെ കാര്യം പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ. വളരെ എളുപ്പമാണ്. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. അപ്പഴ് ആദ്യം തൈരൊക്കെ ഒന്ന് ഉടച്ച് കട്ടകളൊക്കെ ഉടച്ച് മാറ്റി വെച്ചിട്ട് ഒരു ബൗളിലേക്ക് സവാളയും ക്യാപ്സിക്കവും അരിഞ്ഞത് ചേർത്ത് ഒരല്പം കപ്പലണ്ടിയോ അല്ലെങ്കിൽ കാഷ്യൂനട്ടോ എടുക്കാം. എടുത്തിട്ട് അതിൽ കുറച്ച് മുളക് പൊടിയും ചേർത്ത് നന്നായിട്ട് കൈവച്ചൊന്ന് തിരുമ്മിയിട്ട് ഇനി ഒരു ചട്ടിയിലേക്ക് ചെറിയ ജീരകം ഇട്ട് ഒന്ന് പൊട്ടിച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളുത്തുള്ളിയും ചേർത്ത് ഈ നമ്മൾ കൈവച്ച് ഉടച്ച് വെച്ചേക്കുന്ന സംഭവം ഉണ്ടല്ലോ അതെല്ലാം അങ്ങോട്ട് ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയിട്ട് ആ ഫ്ലെയിം അങ്ങ് ഓഫ് ആക്കിയിട്ട് ഇനി നല്ല കട്ട തൈര് നമ്മൾ ഉടച്ച് വെച്ചേക്കുന്ന തൈരുണ്ടല്ലോ പുളിപ്പില്ലാത്തതാണ് കുറച്ച് നല്ലത് കേട്ടോ. ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി ഉപ്പും ചേർത്തോളൂ കേട്ടോ. ചേർത്ത് കഴിഞ്ഞാൽ ദാണ്ടെ ഇതുപോലെ കിട്ടും. ഭയങ്കര ക്രീമിയാണ്, ഭയങ്കര ടേസ്റ്റുമാണ് കേട്ടോ. ചോറിൻ്റെ കൂടെ ഇത് മാത്രം ഉണ്ടെങ്കിൽ ചോറ് കഴിക്കാൻ അത്രയ്ക്ക് ടേസ്റ്റാണ്. അപ്പോൾ ട്രൈ ആക്കണം.